ആ ഉറപ്പ് ലംഘിക്കപ്പെട്ട അനുഭവമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ ഇടതുപക്ഷ എം പിമാർക്ക് മാത്രമാണോ എന്നുള്ളതറിയില്ല. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർക്ക് എന്തുറപ്പാണ് നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ഇതത്ര അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നൽകിയ ഒരു വാഗ്ദാനത്തിൻ്റെ അപ്പുറത്ത് അത് പാലിക്കാനുള്ള ആർജവും സത്യസന്ധതയൊന്നും ഉള്ള ആളുകളല്ല ബി ജെ പിയുടെ നേതൃത്വം. അതവർ ചെയ്താൽ ഉത്തരേന്ത്യയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ വിദ്വേഷവും വർഗീയതയും വിഭജന യുക്തിയും പടർത്തിക്കൊണ്ടുള്ള അവരുടെ പ്രചരണത്തെയാണത് ബാധിക്കുക. അപ്പം ഞാൻ കുറച്ചു നേരത്തെ ബി ജെ പിയുടെ പ്രചരണ ഹാൻഡിലുകൾ നോക്കുകയായിരുന്നു, പ്രത്യേകിച്ചും ഛത്തീസ്ഗഡിലുള്ളത്. മനുഷ്യക്കടത്ത് നടത്തുന്ന ആളുകളായിട്ടാണ് ഈ നഴ്സുമാരെ, ഈ സിസ്റ്റേഴ്സിനെ അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ആളുകളായിട്ടാണ് ചിത്രീകരിച്ചുകൊണ്ടുള്ള വലിയ ക്യാമ്പയിനാണ് ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട്. അവരുടെ കൂടെ നിൽക്കുന്ന ആ കന്യാസ്ത്രീകളുടെ നീതിക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ തീവ്രവാദികളായിട്ടാണ് അവർ ചിത്രീകരിച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു നടപടി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുക? അതുകൊണ്ട് ഇതിൽ അതിശയകരമായിട്ട് യാതൊന്നുമില്ല. ഇത് തന്നെയായിരിക്കും ബി ജെ പിയുടെ നിലപാട്. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് അവർ ഇവിടെ ഈ പറയുന്ന ഉത്തരേന്ത്യയിലാകെ എവിടെയെല്ലാം അവർക്ക് സ്വാധീനം നേടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ അതവർ നേടിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനാ ജാമ്യം? ശരിക്കും നമ്മൾ പറയാറുണ്ട്, ജാമ്യമാണ് ഒരു മനുഷ്യൻ്റെ അവകാശം. ജയിലെന്ന് പറയുന്നത് വളരെ എക്സെപ്ഷണൽ കേസിൽ മാത്രമുള്ളതാണ്. ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ, ബെയിൽ ഷുഡ് ബി ദ റൈറ്റ് എന്നുള്ളതാണ്. ജാമ്യമായിരിക്കണം അവകാശം. എപ്പോഴാണ് ജാമ്യത്തെ എതിർക്കുക? അതായത് കേസന്വേഷണത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് പ്രതികൾ പുറത്തുണ്ടായിക്കഴിഞ്ഞാൽ, കുറ്റാരോപിതർ പുറത്തുണ്ടായിക്കഴിഞ്ഞാൽ അത് ബാധിക്കും എന്ന് ഉറപ്പുള്ളപ്പോഴാണ് ജാമ്യാപേക്ഷയെ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. എന്നാൽ ഇവിടെ ആരാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് എത്രയോ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ചരിത്രം, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇവർ അപകടകാരികളാണ് എന്നാണ് ഇന്നും ബി ജെ പി പറയുന്നത്. ഛത്തീസ്ഗഡ് ഗവൺമെൻറ് പറയുന്നത് അറസ്റ്റിലായ 2 മലയാളി കന്യാസ്ത്രീകൾ അവർ അപകടകാരികളാണ്, അവർ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസരം അവർക്കുണ്ടാകരുത്, അവർ തടവിൽ ഒരു പായ പോലുമില്ലാതെ കട്ടിലില്ലാതെ അവർ നരകിച്ച് കഴിയണം, പറ്റുമെങ്കിൽ സ്റ്റാൻ സ്വാമി മരിച്ചതുപോലെ അവർ അവിടെ കിടന്ന് നരകിച്ച് മരിക്കണം എന്നാണ് അവർ പറയുന്നത്. ആ മരണത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അതിൻ്റെ തുടർച്ച മാത്രമാണ് ഇന്ന് നമ്മൾ കോടതിയിൽ കണ്ടിട്ടുള്ളത്. ശരി, ഞാൻ റിജിലേക്ക് വരാം. ഷാബു പ്രസാദ് അങ്ങായിട്ടുള്ള ഇടയ്ക്ക് മുറിഞ്ഞുപോയി. ഇവിടെ ഇവർ എന്തോ ഒരു വലിയൊരു കുറ്റം ചെയ്തു എന്നൊരു ബോധം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനില്ല. ഈ മനുഷ്യക്കടത്ത് എന്ന ആരോപണവും ഫോഴ്സ്ഡ് കൺവേർഷൻ എന്നുള്ള ആരോപണവും കേവലം ആരോപണം മാത്രമാണ്, തെറ്റിദ്ധാരണ മാത്രമാണ് എന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ വാദം. അതേസമയം ബി ജെ പിയുടെ ഛത്തീസ്ഗഡ് ഘടകമോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഈ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലുള്ളവരല്ലാത്ത സംഘപരിവാർ അനുകൂലികളൊന്നും അതൊന്നും അല്ല പറയുന്നത്.